രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, കഴിഞ്ഞ ആഴ്ച നാം എന്താണ് പഠിച്ചത്? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ച 14-ാം പാഠം ആരാധന വത്സരവും ക്രൈസ്തവ ജീവിതവും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. നമുക്ക് ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവായ ഈശോയെ, ഇന്നൊരു പുതിയ ദിവസം വിശ്വാസം പരിശീലിക്കുവാൻ ഞങ്ങൾക്ക് നന്ദിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധന മത്സരത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും ഇന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ തന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ആരാധനാ വത്സരത്തിലെ മംഗളവാർത്താ കാലത്തെക്കുറിച്ചും പിറവി കാലത്തെക്കുറിച്ചും ദനഹ കാലത്തെക്കുറിച്ചും നോമ്പ് കാലത്തെക്കുറിച്ചുമായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് കാലത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് പറയാമോ? അടുത്ത കാലം ഏതാണ്? സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ഉയിർപ്പ് കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഈശോ മിശിഹായുടെ പിറവി തിരുനാൾ മുതൽ ദനഹാ തിരുനാൾ വരെയുള്ള കാലഘട്ടമാണ് പിറവിക്കാലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈശോയുടെ തിരുപ്പിറവി, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം, ഇവയാണ് പിറവിക്കാലത്തെ പ്രധാന ചിന്താ വിഷയങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ ആഴ്ചയായ ഉയർപ്പ് കാലത്തെക്കുറിച്ചാണ്. സഭാവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. പുനരുദ്ധാനത്തിലൂടെ ഈശോ നേടിയ പുതുജീവനിൽ പങ്കുചേരുവാനും നാം ഓരോരുത്തർക്കും അതിൽ സന്തോഷിക്കുവാനുമുള്ള അവസരമാണ് ഉയർപ്പ് കാലഘട്ടം. ഉയർപ്പ് കാലത്തിൽ ഈശോയുടെ ഉദ്ധാനത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട്, നമുക്കറിയാം ഈശോയുടെ ഉദ്ധാനത്തോടുകൂടിയാണ് സ്വർഗം ആദ്യമായിട്ട് തുറക്കപ്പെട്ടതും വിശുദ്ധാത്മാക്കള് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും. ഉയർപ്പ് കാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്ന ഒരു തിരുനാളുണ്ട്. ഏതാന്ന് പറയാമോ? ഏതാണ്? സകല വിശുദ്ധരുടെയും തിരുനാൾ. ഉയർപ്പ് കാലത്തിലെ 2-ാം ഞായറാഴ്ച നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണത്? പുതുഞായർ. നമ്മുടെ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം ആഘോഷിക്കുന്ന ഞായറാണ് ഉയർപ്പ് കാലഘട്ടത്തിലെ 2-ാമത്തെ ഞായർ. ഈ ഉയർപ്പ് കാലത്തിലെ ആദ്യത്തെ ആഴ്ചയെ ആഴ്ചകളുടെ ആഴ്ച എന്നാണ് നാം വിളിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഈ ലോകത്തിൽ മരിച്ച ശേഷം ഉദ്ധാനം ചെയ്തു എന്നുള്ളത്. നമ്മുടെ ഈശോ മരണശേഷം ഉദ്ധാനം ചെയ്തു എന്നുള്ളതാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതും സന്തോഷിക്കാവുന്നതും. കാരണം ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഉയർപ്പിൻ്റെ അച്ചാരമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം കേട്ടിട്ടുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ മാമോദീസായിലൂടെ നാം പ്രതീകാത്മകമായി മിശിഹായുടെ കൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് സ്ലീഹാക്കാലത്തെക്കുറിച്ചാണ്. എന്നാണ് സ്ലീഹാക്കാലം ആരംഭിക്കുന്നത്? സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം പറയാമോ? സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം ഒരു സുറിയാനി വാക്കാണ് കേട്ടോ. സ്ലീഹ എന്നത് സുറിയാനി വാക്കാണ്. സുറിയാനി വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പൊ സ്ലീഹാക്കാലം ആരംഭിക്കുന്നത് പെന്തക്കുസ്ത തിരുനാളോടുകൂടിയാണ് സ്ലീഹാക്കാലം ആരംഭിക്കുന്നത്. സ്ലീഹാക്കാലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ
ിലേക്ക് നമുക്കൊന്ന് കൊണ്ട് ചെല്ലാം. പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അവിടുത്തെ പ്രവർത്തനങ്ങളും, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള ബന്ധം, ആദിമസഭയുടെ ചൈതന്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം, ഇവയാണ് സ്ലീഹാകാലത്തിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങൾ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പെന്തക്കോസ്ത തിരുനാളിൽ തന്നെയാണ്. മാമോദിസായും തൈലാഭിഷേകം സ്വീകരിച്ച നാം എല്ലാവരും സ്ലീഹന്മാരെ പോലെ അയക്കപ്പെട്ടവരാണ്. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പാടിക്കൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സ്ലീഹന്മാരെ പോലെ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും പിൻചൊല്ലുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഏഴാമതായി ഉള്ള കാലം ആരാധന വത്സരത്തിലെ കൈത്താക്കാലം. സ്ലീഹകാലത്തെ തുടർന്നു വരുന്ന 7 ആഴ്ചകളാണ് കൈത്താക്കാലം എന്ന കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം എന്താണ്? വിളവെടുപ്പ് നടക്കുന്ന വേനൽ കാലം എന്നാണ് അറിയപ്പെടുന്നത്. കൈത്താക്കാലത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഫലാഗമകാലം എന്നാണ് കൈത്താക്കാലം അറിയപ്പെടുന്നത്. അപ്പൊ സ്ലീഹന്മാരുടെ പ്രവർത്തനം വഴി സഭ വേർപിടിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് ഫലം ചൂടി നിൽക്കുന്ന കാര്യങ്ങൾ നാം കാണുന്നുണ്ട്, അല്ലേ? നാം വായിക്കുന്നുണ്ട്, ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോ സ്ലീഹന്മാരുടെ പ്രവർത്തനപരമായി വളർന്നു പന്തലിച്ച ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി വിശുദ്ധരുടെ ഫലങ്ങൾ കൊണ്ട് പുറപ്പെടുവിച്ച് ഫലങ്ങൾ നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ അതിനെ ഓർത്തുകൊണ്ട് കൈത്താക്കാലം നാം അനുസ്മരിക്കുകയാണ്. അപ്പൊ കൈത്താക്കാലത്തിൽ 12 സ്ലീഹന്മാരുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നുണ്ട്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ ഈ കാലഘട്ടത്തിലെ, അതായത് കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ നാം പ്രത്യേകമാം വിധം അനുസ്മരിക്കുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് സഭയുടെ വളർച്ചയ്ക്കായിട്ട്, നമ്മുടെ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്കായിട്ട് മക്കളായ നാം ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും യത്നിക്കുകയും ആഗ്രഹിക്കുകയും നമ്മുടെ ജീവിത പന്താവുകളിൽ അത് ദിനചര്യയായി കൊണ്ടെടുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ തന്നെ ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം കൂടിയാണ്. അടുത്തതായി ഏലിയ സേവ മൂശ കാലങ്ങൾ. സെപ്റ്റംബർ 14 ആചരിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കേന്ദ്രമാക്കിയുള്ള കാലമാണ് ഏലിയ സ്ലീവ മൂശ കാലം. ഈശോയുടെ രൂപാന്തര വേളയിൽ അവിടത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും ഈ കാലഘട്ടത്തിൽ പ്രത്യേകമാം വിധം അനുസ്മരിക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ രൂപാന്തരീകരണം അവിടുത്തെ 2ാമത്തെ വരവിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മോശ നിയമത്തിൻ്റെയും ഏലിയ പ്രവാചകന്മാരുടെയും പ്രതീകമാണ്. അപ്പോൾ ഏലിയ സ്ലീവ മൂശ കാലത്തിൽ നാം പ്രത്യേകമാം വിധം മോശയെയും ഏലിയെയും കുരിശിനെയും നമ്മൾ പ്രത്യേകമാം വിധം അനുസ്മരിക്കുന്നു. അടുത്ത കാലഘട്ടം പള്ളിക്കുദാശ കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാധന വത്സരത്തിലെ അവസാനത്തെ 4 ആഴ്ചകൾ വരുന്ന രീതിയിലാണ് പള്ളിക്കുദാശ കാലം ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ആരാധന വത്സരത്തിലെ അവസാനത്തെ 4 ആഴ്ചകൾ വരത്തക്ക രീതിയിലാണ് പള്ളിക്കുദാശ കാലം ക്രമീകരിച്ചിരിക്കുന്നത്. യുഗാന്ത്യത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ സഭയെ പിതാവിന് സമർപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നത്. ആദ്യത്തെ ആഴ്ചയിലെ തിരുനാൾ തന്നെ സഭാസമർപ്പണ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സഭയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും കൂടുതൽ സഭയോട് താതാത്മ്യപ്പെടുവാനും ഈ കാലഘട്ടം നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ 1174 എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. കുർബാനയിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന മിശിഹായുടെ രഹസ്യം, അവിടുത്തെ മനുഷ്യാവതാരവും പെസഹായും യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾച്ചേർക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന സ്ലൈഹ്യ ആഹ്വാനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശുദ്ധീകരിക്കുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സഭയുടെ പൊതു പ്രാർത്ഥനയിൽ ചേർന്ന് വിശ്വാസികൾ, ആരൊക്കെയാണ് വിശ്വാസികൾ എന്നറിയാമല്ലോ, വൈദികർ, സന്യസ്തർ, അൽമായരായിട്ടുള്ള എല്ലാവരും മാമോദിസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു. സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാളിനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ്.
മിശിഹ തന്നെ തൻ്റെ ശരീരത്തോട് ഒപ്പം പിതാവിന് നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇപ്രകാരമെല്ലാം ആരാധന മത്സരത്തിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ ഈശോ തൻ്റെ ജനന മരണ ഉദ്ധാനങ്ങളിലൂടെ നേടിത്തന്ന രക്ഷയുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് വളരുവാനും അവസാനം സ്വർഗീയ പർദീസയിൽ എത്തിച്ചേരുവാനും നാം ഓരോരുത്തർക്കും സാധിക്കുന്നു. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നാം ഇപ്പോൾ ആരാധന മത്സരത്തിലെ എല്ലാ കാലഘട്ടങ്ങളെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടി എല്ലാം ഒന്ന് നോക്കിയാലോ? ഒന്നാമത്തത് ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള മംഗളവാർത്താക്കാലം. രണ്ടാമത്തത് അവിടുത്തെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പിറവിക്കാലം. മൂന്നാമത്തത് മാമോദിസ കേന്ദ്രമാക്കിയുള്ള ദനഹാക്കാലം. 4 ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെയും അവിടുത്തെ പീഡാനുഭവത്തെയും മരണത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഉയിർപ്പ് കാലം. 5 പരിശുദ്ധാത്മാവിന്റെ ആഗമനവും സഭയുടെ പ്രവർത്തനവും അനുസ്മരിക്കുന്ന സ്ലീഹാക്കാലം. അടുത്ത സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം. അവിടുത്തെ രൂപാന്തരീകരണവും രണ്ടാമത്തെ ആഗമനവും അനുസ്മരിപ്പിക്കുന്ന ഏലിയ സ്ലീവ മൂശാക്കാലങ്ങൾ. തൻ്റെ മണവാട്ടിയായ സഭയെ ഈശോ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കുദാശകാലം. അങ്ങനെ 9 കാലങ്ങളെക്കുറിച്ച് നാം ആരാധനാ മത്സരത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആരാധനാ മത്സരത്തിൽ പറയുന്ന ഈ 9 കാലഘട്ടങ്ങളെക്കുറിച്ച് പ്രത്യേകമാം നാം അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിൽ അനുബന്ധ ഭാഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുകയും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുബന്ധ പ്രാർത്ഥനകളിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പ്രിയമക്കളെ, നിങ്ങൾക്കൊരു ഹോംവർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. ആരാധന മത്സരത്തിലെ വിവിധ കാലങ്ങളും അവ സൂചിപ്പിക്കുന്ന രക്ഷാകര സംഭവങ്ങളും ഏവ എന്നുള്ളത് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനം ഈ നിമിഷം എടുക്കാം. ആരാധന മത്സരത്തിലെ വിവിധ കാലങ്ങളുടെ ചൈതന്യം മനസ്സിലാക്കി അതനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയി ദൈവസ്നേഹത്തിൽ വളരുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിത വഴികളിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒത്തുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. രക്ഷാകര പദ്ധതിയുടെ മഹനീയ ഫലങ്ങൾ തിരുസഭയിലൂടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത ഈശോയെ, ആരാധന മത്സരത്തിന്റെ ചൈതന്യം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.